ഡിസംബർ 25 ഫോട്ടോച്ചി പോയ എത്ര പേരുണ്ട്? നമ്മൾ കൊച്ചിക്കാരുടെ ഒരു ആവേശമാണ്, ആഘോഷമാണല്ലേ ഏഷ്യയിലെ ബിഗ്ഗസ്റ്റ് നാച്ചുറൽ ട്രീ ലൈറ്റിങ് കാണണമെന്നുള്ളത്. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് വരാറുണ്ട്. പക്ഷേ ഇന്നലെ 2025 ഡിസംബർ 25 വന്ന ക്രൗഡെന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റും, അൺബിലീവബിളാണ്. ഒത്തിരി സന്തോഷമുണ്ട് നമ്മുടെ കൊച്ചിയിലേക്ക് ഇത്രയും ആളുകൾ വരുന്നു. പക്ഷേ ഒരുപാട് സങ്കടം അതോടൊപ്പം തന്നെ ഉണ്ട്. ഈ ലൈറ്റിംഗ് ഒക്കെ കണ്ട് മടങ്ങാൻ വേണ്ടി നിന്നത് 3 മണിക്കൂറാണ്. അതുപോലെ ബ്ലോക്കായിട്ട് മാറി. ആർക്ക് ഇടം വലം വ്യതിചലിക്കാൻ പറ്റാത്ത വിധത്തിൽ. കേരള പോലീസിനെ കാണാനേ ഇല്ല. എന്താണ് ഇവിടെ സംഭവിച്ചത് സത്യത്തിൽ എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. കാരണം ഞാൻ വൈഫും 4 കുഞ്ഞുങ്ങളും എൻ്റെ പേരൻസുമായിട്ട് പോയത്. എൻ്റെ ഏറ്റവും അവസാനത്തെ കുഞ്ഞ് 2 മാസം മാത്രമേ ഉള്ളൂ പ്രായം. കുഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു. അത്രയും ബുദ്ധിമുട്ടി. ഞാൻ പലരോടും ചോദിച്ചപ്പോൾ പലരും പറഞ്ഞൊരു കാര്യം ഇതാണ്, വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടായെന്നുള്ളതാണ്. ശരിക്കും ഞാൻ ഈ കൊച്ചിക്കാരനാണ്. ഫോട്ടോച്ചിലേക്ക് പോകാൻ പല വഴികളുണ്ട്. ഒരു 2 വഴി വൺ വേ ആക്കിയ വളരെ ഈസി ആയിട്ട് ഇതിൻ്റെ ട്രാഫിക്കുകളൊക്കെ ക്രമീകരിക്കാൻ പറ്റും. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ചെയ്യാത്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആരാണ് ഇതിൻ്റെ പിന്നിൽ? നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. മാത്രമല്ല, നിങ്ങൾ ഇന്നലെ ഫോട്ടോച്ചിൽ പോയവരാണെങ്കിൽ ഈ ബ്ലോക്കിൽ പെട്ട ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം. അപ്പോൾ ആരാണ് ഇതിൻ്റെ പിന്നിലെന്ന് അറിഞ്ഞുകൂടാ. കേരള പോലീസൊക്കെ വളരെ മനോഹരമായി അവർക്ക് ചെയ്യാൻ പറ്റും. ഇന്നലെ ഞാൻ നോക്കിയപ്പോൾ കേരള പോലീസിനെ കാണാനില്ല. 2-3 പേര് അവിടെ ഇവിടെയൊക്കെ ഉണ്ടെന്നല്ലാതെ ഒന്നുമില്ല. പിന്നെ കുറച്ച് യൂത്തായിട്ടുള്ള പിള്ളേർ, അവരെ സമ്മതിക്കുന്നുണ്ട്. അവരാണ് കൃത്യമായിട്ട് നമുക്ക് വഴിയൊക്കെ കാണിച്ച് തന്നത്. കൃത്യമായിട്ട് അവർ എങ്കിലും 3 മണിക്കൂറാണ് പെട്ടുപോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ശരിക്കും പറഞ്ഞാൽ ഇത്രയും അറിവും വിവരവും ഒക്കെ നമുക്കുണ്ടായിട്ട് നമ്മൾ എന്താണ് നമ്മുടെ കൊച്ചിയിലേക്ക് ഇത്രയല്ലേ വേൾഡ് തന്നെ നോക്കിയിരുന്നൊരു പ്രോഗ്രാമാണ്. വലിയൊരു ആഘോഷമാണ്, വലിയൊരു സെലിബ്രേഷനാണ്. എന്നിട്ട് എന്തുകൊണ്ട് പുറത്തുനിന്ന് വരുന്നവരെ സ്വീകരിക്കാൻ നമുക്ക് പറ്റുന്നില്ല? അത് നമ്മുടെ ഒരു കുറവ് തന്നെയാണ്. അത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരാരാണെങ്കിൽ, അധികാരികളാകട്ടെ, റെസ്പോൺസിബിലിറ്റി ഉള്ളവരാരാവട്ടെ, അത് വലിയൊരു കുറവ് തന്നെയാണ് നമുക്ക്. ഇനി 31 വരെയാണ്, എന്താവുമെന്ന് കർത്താവിന് മാത്രം അറിയാം. അതുകൊണ്ട് പലരോടും ചോദിച്ച പലരും എന്നോട് പറഞ്ഞത് പെട്ടുപോയി, അതുപോലെ ബുദ്ധിമുട്ട് അനുഭവിച്ചു, ഇനി ഒരിക്കലും പോകാൻ ആഗ്രഹിക്കുന്നില്ലെന്നാണ് പറഞ്ഞത്. ദയവ് ചെയ്ത് ഇനി വരുന്ന നമ്മുടെ സെലിബ്രേഷനൊക്കെ വളരെ മനോഹരമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ വിധത്തിൽ കാര്യങ്ങൾ സജ്ജീകരിക്കണമെന്ന് പ്രത്യേകം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട അധികാരികളെ. ഇതിൻ്റെ പിന്നിൽ ആരാണെങ്കിലും നമ്മുടെ കൊച്ചിയല്ലേ ഏറ്റവും വലിയൊരു സെലിബ്രേഷനല്ലേ, ഏഷ്യയിലെ ബിഗ്ഗസ്റ്റ് ട്രീ അല്ലേ. മാത്രമല്ല നമ്മുടെ 31 ഒക്കെ വരുന്നതാണ്. അതുകൊണ്ട് വഴികളെല്ലാം ക്രമീകരിച്ച് വളരെ മനോഹരമായി കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോകാൻ എല്ലാവർക്കും വന്നു പോകാൻ പറ്റും. ആരെയും നമ്മൾ ബുദ്ധിമുട്ടിക്കരുത്. ഇന്നലത്തെ ഒറ്റ ദിവസം കൊണ്ട് ഞാൻ ശരിക്കും വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചു. ഞാൻ മാത്രമല്ല, അതിൽ പോയ എല്ലാവരും അല്ലേ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറയാൻ ഓരോ കാര്യങ്ങളുണ്ടാകും. നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം ഇനി ഒരിക്കലും ആർക്കും ഇങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അത് ശരിക്കും നമ്മുടെ കൊച്ചിക്കാരുടെ ഒരു കുറവ് തന്നെയാണ്. നമ്മുടെ അധികാരത്തിലിരിക്കുന്നവരുടെ അല്ലെങ്കിൽ ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഉള്ള ആരാണോ അവരുടെ കുറവ് തന്നെയാണെന്ന് പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ട് ഒരുപാട് പേര് വരുന്നൊരു സ്ഥലമാണ്. ഈ സ്ഥലത്തെ ഇങ്ങനെ എന്താ പറയുക, നശിപ്പിക്കരുത്. ഇങ്ങനെ അത്രമാത്രം ബ്ലോക്കാക്കി നശിപ്പിച്ച് കളയരുത്. നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഒരുപാട് ജനങ്ങൾ വരുമ്പോൾ അതുപോലെയുള്ള മുൻകരുതലുകളും നടപടികളും നമ്മൾ എടുത്തിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. കേരള പോലീസിനെ വളരെ സ്നേഹത്തോടെ ഓർക്കുകയാണ്. അവരുടെ അഭാവം ശരിക്കും ഇന്നലെ കണ്ടു. കേരള പോലീസിൻ്റെ അഭാവം എന്തുകൊണ്ടാണ് അവർ വരാതിരുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. മാത്രമല്ല, അനാവശ്യമായ ബ്ലോക്കുകളൊക്കെ ഒഴിവാക്കിയാൽ വളരെ മനോഹരമായിട്ട് നമ്മുടെ ഈ സെലിബ്രേഷൻ വളരെ നന്നായിട്ട് നമുക്ക് ആഘോഷിക്കാൻ പറ്റും. ഒപ്പം തന്നെ വേറൊരു കാര്യം കൂടി ഞാൻ കേട്ടു. ഇതിലേറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫോട്ടോച്ചിയിലുള്ള പലർക്കും ഈ തിരക്ക് കാരണം അവിടേക്ക് വരാൻ പറ്റിയില്ലെന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടോ? ഇങ്ങനെയുള്ളവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. നമ്മുടെ കൊച്ചിയിലുള്ള പലർക്കും ഈ ക്രൗഡ് വന്നതുകൊണ്ട് വരാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട, ഇനി വരാൻ ആഗ്രഹിക്കുന്ന ഒരിക്കലും കാർ എടുക്കരുത്. 31 വരെ ആണ്. നിങ്ങൾ ഒരിക്കലും കാറിന് വരരുത്. ഇനി ദൂരെ നിന്ന് വരുന്നവരാണെങ്കിൽ കാറ് വളരെ ദൂരെ ഇട്ടിട്ട് നിങ്ങൾ നടന്നു പോകണം കേട്ടോ. അടുത്തുള്ളവർ നടന്നു പോകാൻ പറ്റുമെങ്കിൽ, കൊച്ചിയിലുള്ളവർ നടന്നു പോകാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. 2 വീലർ യൂസ് ചെയ്യുക.
പ്രിയപ്പെട്ട അധികാരപ്പെട്ടവർ ഈ മെസ്സേജ് കാണുകയാണെങ്കിൽ അവരുടെ കൈകളിലേക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മുടെ കൊച്ചി എന്ന് പറയുന്നത് അല്ലേ, കൊച്ചിയിൽ ഒരുപാട് സവിശേഷതകളുണ്ട്. ഏറ്റവും മനോഹരമായ സ്ഥലമാണ്. അത് എന്നെക്കാളും കൂടുതലായി നിങ്ങൾക്കറിയാം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പുറത്തുനിന്ന് വരുന്നവർ വളരെ മനോഹരമായി ഇവിടെ വന്ന് ഈ ആഘോഷങ്ങളിൽ പങ്കെടുത്ത് മനസ്സ് നിറഞ്ഞ് അവർക്ക് പോകാൻ പറ്റുന്ന വിധത്തിൽ പ്രിയപ്പെട്ട അധികാരികൾ, ഭരണാധികാരികൾ, കൊച്ചിൻ കാർണിവൽ ടീം, ഇതിൻ്റെ പിന്നിൽ ഉത്തരവാദിത്തപ്പെട്ടവർ നിയന്ത്രിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. കേരള പോലീസ് മുൻകൈ എടുത്ത് വരണം. അത് പ്രത്യേകം നമ്മുടെ കൊച്ചിക്ക് തന്നെയാണ് അതിൻ്റെ വലിയൊരു പേര് കിട്ടുന്നത്. കൊച്ചിയെക്കുറിച്ച് അനേകം പേർക്ക് വലിയൊരു മതിപ്പിനിടയാകും. എന്നാൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ആ മതിപ്പ് ഏകദേശം ഇല്ലാണ്ടായെന്ന് പലരും പറയുന്നത്. ഇനി ഒരിക്കലും ഫോർട്ട് കൊച്ചിയിലേക്ക് ഈ സമയത്ത് ഇല്ല എന്നാണ് പലരും പറയുന്നത്. അപ്പോൾ അത് നമ്മുടെ ഒരു കുറവാണ്, നമ്മുടെ ഒരു പോരായ്മയാണ്. അത് കണ്ടറിഞ്ഞ് തീരുമാനമെടുത്ത കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യണമെന്ന് വളരെ സ്നേഹത്തോടെ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ മാക്സിമം ഇത് ഷെയർ ചെയ്യുക, അധികാരിക്കപ്പെട്ടവർ കാണട്ടെ. 31 വരികയാണ്, അതിനെങ്കിലും പുതിയ തീരുമാനങ്ങൾ ഉണ്ടാവട്ടെ. അനാവശ്യമായ ബ്ലോക്കുകൾ മാറ്റി എങ്ങനെ വഴിതിരിച്ചു വിടാം, വൺ വേ ആക്കുക. പല വഴികൾ വൺ വേ ആക്കി കഴിഞ്ഞാൽ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ട്. ഞാനിത് കണ്ടിട്ടുള്ളത് വൺ വേ ഇല്ല, എല്ലായിടത്തും 2 വേ ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി പോവാണ്, ബ്ലോക്കുകളാണ്. എന്നിട്ട് ബാരിക്കേഡുകൾ വെച്ച് എല്ലാ വശങ്ങളിലുള്ള റോഡുകളും അടക്കും. പിന്നെ എങ്ങനെ ആളുകൾ പോകും? കഴിഞ്ഞ വർഷം കുർബാനയ്ക്ക് പോകാൻ പോലും പോലീസിൻ്റെ അനുവാദം ചോദിച്ചിട്ടാണ് പോയേ. ആ ഒരു സ്ഥിതിയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറി ഒരുപാട് ക്രൗഡ് വരുമ്പോൾ അത് ഒരു വൺ വേ ഒക്കെ ആക്കി നമുക്കൊരു സിസ്റ്റമാറ്റിക്കായിട്ടൊന്ന് ചിന്തിച്ച് ചെയ്ത് കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ട്, വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഈ സെലിബ്രേഷൻ എല്ലാം ആർക്കും അല്ലേ, ജനത്തിന് ഒരു പ്രശ്നമില്ലാത്ത വിധത്തിൽ അവർക്ക് പോയി വരാൻ പറ്റും. അത് നമ്മുടെ കൊച്ചിക്ക് മാറ്റുകൂട്ടും, പത്തര മാറ്റുകൂട്ടും. അതുകൊണ്ട് എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. 31 വളരെ മനോഹരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ നമുക്ക് ശ്രമിക്കാം. അങ്ങനെ കൊച്ചി പഴയ കൊച്ചിയല്ല, പുതിയ കൊച്ചി എന്ന് പറയാനിടയാവട്ടെ. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു.